ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. വർക്കിംഗ് മോം ഹാക്സ് ആൻഡ് ടൈം മാനേജ്മെൻറ്റ്. വർക്കിംഗ് മോമിൻ്റെ ശീലങ്ങളും അതുപോലെ തന്നെ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ഒരു വീഡിയോ ആയിട്ടാണ്. പുറത്തു പോയി ജോലി നോക്കുന്നവർക്ക് നാം എപ്പോഴും പ്ലസൻ്റ് ആയിരിക്കാൻ ശ്രദ്ധിക്കുക. നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ശരിയായിരിക്കുക. പുറത്തൊക്കെ പോയി ജോലി ചെയ്യുന്നവർക്ക് കുട്ടികളെ നന്നായി കെയർ ചെയ്യാൻ പറ്റുന്നില്ല, വീട്ടിലെ ജോലികളൊന്നും ചെയ്യാൻ സാധിക്കുന്നില്ല എന്നൊക്കെ പരാതി പറയുന്നത് കേൾക്കാം. അപ്പോൾ അവരുടെയൊക്കെ മൈൻഡ് സെറ്റ് നമുക്കൊന്ന് മാറ്റിയെടുക്കാം. നമ്മൾ കൂടുതൽ സമയം ഫാമിലിയുമായി ടൈം സ്പെൻഡ് ചെയ്യാൻ കൂടുതൽ ശ്രദ്ധിക്കുക. നാം ഏത് അവസ്ഥയിലാണെങ്കിലും അക്സെപ്റ്റ് ദ സിറ്റുവേഷൻ. കാരണം നമ്മളിപ്പം ജോലിയുള്ള സമയത്തായാലും അവിടുത്തെ കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക. അതിനുശേഷം വീട്ടിൽ വന്ന ശേഷം അവിടുത്തെ കാര്യങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കാം. നാം എപ്പോഴും വർക്കിംഗ് ആയി നടക്കാതെ ഒന്ന് റെസ്റ്റ് ചെയ്യുക. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും അതിനായി മാറ്റിവെക്കുക. അതുപോലെ തന്നെ പ്ലാൻ ചെയ്യുക. കുക്കിംഗ്, വാഷിംഗ്, ഡ്രസ് ഫോൾഡിങ് എല്ലാത്തിനും ടൈം മാനേജ് ചെയ്യുക. കറക്റ്റ് സമയം എടുത്ത് ഓരോ കാര്യങ്ങളും ചെയ്യാൻ ശീലിക്കുക. കുട്ടികളുടെ കൂടെ കളിക്കാനും നമ്മൾ സമയം കണ്ടെത്തുക. എല്ലാ കാര്യങ്ങളും തനിയെ ചെയ്യാതെ മക്കൾക്കും ഹസ്ബൻഡിനുമൊക്കെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്തു കൊടുക്കാം. എക്സാമ്പിളായിട്ട് അവരെ കൊണ്ട് തുണി മടക്കി വയ്ക്കാം, അവരുടെ ലഞ്ച് ബോക്സ് എടുത്ത് വയ്ക്കാൻ സഹായിക്കാം, ബാഗൊക്കെ പാക്ക് ചെയ്യാനെല്ലാം സഹായിക്കാം. നാം വീട്ടിലുണ്ടാക്കുന്ന ഫുഡിൻ്റെ ലിസ്റ്റ് ഒന്ന് റെഡിയാക്കാം. ഈസി റെസിപ്പീസ് നമ്മൾ എടുത്ത് ഫോളോ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് വീടിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളെല്ലാം ലിസ്റ്റ് ചെയ്ത് വയ്ക്കാം. നമ്മുടെ വീട്ടിലെ കുറേ സാധനങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ അതിലൂടെ തന്നെ വീട് ഒരുപാട് ക്ലീൻ ആവുന്നതാണ്. നമ്മുടെ വീട്ടിലെ പാത്രങ്ങളായാലും ഡ്രസ്സായാലും എല്ലാം മിനിമലൈസ് ചെയ്ത് വയ്ക്കുക. മന്ത്ലി നാം ക്ലീനപ്പ് ചെയ്യുക. വീട് പൂർണ്ണമായും ക്ലീൻ ആകാനായിട്ട് മന്ത്ലി ഒരു ദിവസം നമ്മൾ പ്ലാൻ ചെയ്ത് വെക്കുക. നമ്മുടെ വീട്ടിലെ ജോലികളിൽ മക്കളെ കൂടെ ഉൾപ്പെടുത്തുക. കുട്ടികളെ ചെറിയ പണികൾ പഠിപ്പിക്കാനും ആൺകുട്ടിയായാലും പെൺകുട്ടിയായാലും ഈ പണികളെല്ലാം നമുക്ക് ചെയ്യിക്കാം. നമ്മുടെ പാഷൻ അനുസരിച്ചായിരിക്കണം നമ്മുടെ ജോലികൾ നമ്മൾ കണ്ടെത്തേണ്ടത്. ഇപ്പോൾ ഓഫീസിൽ നമ്മൾ ജോലി ചെയ്യുന്ന സമയത്ത് അവിടുത്തെ വർക്കിൽ കോൺസെൻട്രേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ വീട്ടിലാണെങ്കിൽ മക്കളുടെ കാര്യങ്ങൾ കൂടുതൽ നോക്കാനും അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യാനും ശ്രദ്ധിക്കാം. നമ്മുടെ ജോലികൾ പ്രയോറിറ്റി ലിസ്റ്റ് അനുസരിച്ച് സെറ്റ് ചെയ്യാം. അതുപോലെ തന്നെ കറക്റ്റ് സമയത്ത് തന്നെ ടൈം മാനേജ് ചെയ്തുകൊണ്ട് തന്നെ ജോലികൾ ചെയ്തു തീർക്കാനും ശ്രദ്ധിക്കുക. നമുക്കൊരു ബ്ലോക്ക് സിസ്റ്റം ഉണ്ടായിരിക്കുക. ഇന്ന സമയത്ത് ഇത്ര നേരം കൊണ്ട് തന്നെ ഒരു ജോലി ചെയ്തു തീർക്കണം എന്നൊരു ബ്ലോക്ക് സിസ്റ്റം ഷെഡ്യൂൾ ചെയ്ത് വയ്ക്കാം. നാം ചെയ്യുന്ന ജോലികൾക്കെല്ലാം കറക്റ്റ് ടൈം വയ്ക്കുന്നത് നമ്മളെ വളരെയേറെ ഹെൽപ്പ് ചെയ്യുന്നു. നാം ഒരു റൊട്ടീൻ ചെയ്യുമ്പോൾ കറക്റ്റ് ടൈം മാനേജ് ചെയ്യുക. നമുക്ക് ജോലി ചെയ്യുന്ന സമയത്ത് നോ പറയാൻ പഠിക്കുക. എല്ലാ കാര്യങ്ങളും എല്ലാം എടുത്ത് തലയിൽ വെക്കേണ്ട കാര്യമില്ല. നമുക്ക് ചെയ്യാൻ സാധിക്കാത്ത കാര്യങ്ങൾ കുട്ടികൾ വന്ന് ചോദിക്കുന്ന സമയത്ത് ഇപ്പം പറ്റില്ല, നമുക്ക് കുറച്ച് കഴിഞ്ഞ ശേഷം അത് നമ്മൾ ചെയ്തു തരാം എന്നൊരു കാര്യം അവരോട് പറയുക. ഫാമിലി ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നാം ഓരോ മൊമെൻറ്റും എൻജോയ് ചെയ്യാൻ പഠിക്കുക. നമുക്ക് വേണ്ടി സെൽഫ് കെയർ ചെയ്യുക. മറ്റുള്ളവരുടെ കാര്യങ്ങളെല്ലാം എടുത്ത് തലയിൽ വെക്കുന്നതിനോടൊപ്പം നമ്മുടെ കാര്യങ്ങൾ നോക്കാനും നമ്മുടെ സ്കിൻ കെയർ, ഹെയർ കെയർ അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാനും നാം സമയം കണ്ടെത്തണം. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചാൽ വർക്കിംഗ് ആയിട്ടുള്ള മോംസിന് ഒരുപാട് ഹെൽപ്ഫുള്ളാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീണ്ടും മറ്റൊരു വീഡിയോയുമായി ഞാൻ വരാം. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.